ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായിട്ട് പരിഹാര നിർദ്ദേശങ്ങൾ വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, വാസ്തു മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങുവാനും പ്രാർത്ഥന വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ളത് ക്ഷേത്ര ദർശനം, ജപധ്യാനാദികൾ. ജപമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം അറിയുക. പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സമർപ്പണമോ ഒരു വഴിപാടോ ഒക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. അതായത് നമ്മൾ സ്തോത്രമന്ത്രാദികളുടെ നിരന്തരമായിട്ടുള്ള ജപമാണ് ഫലസിദ്ധി നൽകുന്നത് എന്നറിയുക. മന്ത്രോപദേശമുള്ളവർക്ക് ചിലർക്ക് മന്ത്രം കിട്ടിയിട്ടുണ്ടാവും. അത് മന്ത്രോപദേശം ഉള്ളവർക്ക് ഒരു 3 വർഷമൊക്കെ മന്ത്രം ജപിച്ചവർക്ക് ആ മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് എന്നുള്ള കാര്യം അറിയാൽ. എന്നാൽ ക്ഷേത്ര ദർശനം അവർക്കും ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ആ മന്ത്രം ജപിക്കാവുന്നതാണ്. ഏത് ക്ഷേത്രമായാലും തരക്കേടില്ല. സ്വന്തം മന്ത്രം ഏതാണോ, ദേവിക്കാണോ, ദേവനാണോ, ശൈവമാണോ, ശക്തേയമാണോ, വൈഷ്ണവമാണോ, എന്ത് മന്ത്രമോ ആയിക്കോട്ടെ, പക്ഷേ ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ ദർശനം നടത്തുന്നത് അവിടെ ഇരുന്നത് ജപിച്ചോളുക. പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഈ വാരം യാത്രകൾ ഉണ്ടാകാം. പുതുവസ്ത്രലാഭം കാണുന്നുണ്ട്. അവിചാരിതമായി പണം വന്നു ചേരുവാനുള്ള ഭാഗ്യവുമുണ്ട്. പുതിയ ജോലിക്കുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ്. പുതിയ കോഴ്സസിനോ അല്ലെങ്കിൽ പുതിയ ജോലിക്കോ അപ്ലൈ ചെയ്യാം. പുതിയ MNC പ്ലേസ്മെൻറ്റ്, ദൂരദേശത്ത് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ജോലി മാത്രമല്ല ട്രാൻസ്ഫേഴ്സ് ദൂരദേശത്തേക്ക്, പക്ഷേ വിത്ത് പ്രൊമോഷൻ ഓർ ബെനിഫിറ്റ്സ് ആയിരിക്കും എന്നുള്ള കാര്യം. എന്ത് മാറ്റമുണ്ടായാലും അതിൽ ചെറിയൊരു നേട്ടമുണ്ടാകും. അധികാര സ്ഥാനത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു സംയമനം പാലിക്കുവാൻ കഴിയുന്ന ഒരു വാരമായതുകൊണ്ട് സംസാരം ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബന്ധുക്കളായാലും കൊളീഗ്സ് ആയാലും അവിടെ എവിടെ എന്ത് പ്രയാസമുണ്ടായിരുന്നോ അതൊക്കെ ഒന്ന് ലഘൂകരിക്കുവാൻ കഴിയുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കും. ബന്ധുജന സമാഗമമോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം വന്നു ചേരും. വിവാഹ കാര്യത്തിന് തരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. മധ്യമകാലം വിവാഹാലോചനകൾ വരുമെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. ദിവസവും ഭദ്രാസ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ നിശ്ചയത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അനുഭവത്തിൽ വരാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം അറിയാം. എക്സാംസിലൊക്കെ വിജയിക്കുവാൻ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനും നല്ലൊരു ജോലി തരപ്പെടുവാനും സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ആവശ്യമെങ്കിൽ കോച്ചിങ് സെൻറ്റർ, ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോകാവുന്നതാണ്. പുതിയ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രൊഫഷണൽ മെഡിക്കൽ PG, എൻജിനീയറിംഗ് PG അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് PG, പൊതുവെ ആർട്സ് ആൻഡ് സയൻസിലുള്ള PG, പിന്നെ സംഗീതം, നൃത്തം ഇങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് അവർക്കൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കണം. പല പ്രതീക്ഷകളും ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ രാശിക്കാർക്ക്. അതിപ്പോൾ കലാരംഗത്താണെങ്കിൽ പുതിയ അവസരങ്ങളിൽ ഓഫേഴ്സ് വരും, അല്ലെങ്കിൽ അവാർഡിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ഇങ്ങനെ പല കാര്യങ്ങളിലും അനുകൂല ഭാവം ഈ വാരം കാണുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അത് പ്രധാനമാണ്. അവസരങ്ങൾ വന്നാൽ മാത്രം പോരാ, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഹൈ കോൺടാക്ട്സ് വരാം. കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. വിദേശത്ത് സന്തോഷകരമായിട്ടുള്ള വാർത്ത
കേൾക്കുവാനുള്ള ഭാഗ്യം, കൂട്ടുകാരുമൊത്തൊക്കെ ഒരു പിക്നിക്കോ ഔട്ടിങ്ങോ ഡിസ്റ്റൻസ് ട്രാവലിങ്ങോ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമോ ഒക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്, തീർത്ഥാടനത്തിനുള്ള യോഗവുമുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഈ വാരം കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. കഴിയുമെങ്കിൽ തിങ്കളാഴ്ച അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരുടെ എന്തെങ്കിലും ആരോഗ്യ പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഒരു പ്രായം കടന്നവർക്ക് മാത്രമേ, 5-ാം വ്യാഴവട്ടം കടന്നവർക്ക് മാത്രമേ ആരോഗ്യ പ്രയാസങ്ങളുടെ സൂചനയുള്ളൂ ഈ വാരം. അവരൊന്ന് ശ്രദ്ധിക്കുക. അവർ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിക്കൊള്ളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. എന്ന് മാത്രമല്ല, പഴയ ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള അവസ്ഥയൊക്കെ വരും. ഒരു മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും, സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ഒരു തടസ്സം അനുഭവപ്പെടുന്നില്ലേ എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഡ്രൈവ്, ഒരു ഊർജ്ജസ്വലത കുറയുന്ന ഒരു വാരമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു തടസ്സം വന്നാലും വാരാന്ത്യത്തിൽ കാര്യങ്ങൾ ശരിയായി വരാനുള്ള സാധ്യത ഏറും എന്നുള്ളതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലായാലും ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലായാലും എൻഗേജ്ഡ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ മിസ്റ്റേക്സ് വരാം എന്നുള്ളതുകൊണ്ടാണ് പ്രണയം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ബിസിനസ് ഫീൽഡിലുള്ളവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒന്നും ഈ വാരം അനുകൂലമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പുതിയൊരു പ്രോജക്റ്റൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുവാനാണ് സാധ്യത എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് പേരൻറ്റ്, അച്ഛനും അമ്മയും ഒക്കെ കുട്ടിയുടെ പഠിത്ത കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പ്രയാസങ്ങൾ നീക്കുവാനായി വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം ശാസ്താവിന് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ശാസ്താപ്രീതിയായി, അപ്പോൾ കണ്ടകശനി കാലമാണ്, അതിൻ്റെ ദോഷങ്ങളൊന്ന് കുറഞ്ഞു. വ്യാഴൻ്റെ അനുകൂല ഭാവം പൂർണ്ണമായിട്ട് ലഭിക്കുവാനായിട്ട് അവിടെ വിഷ്ണുവിനൊരു പുഷ്പാഞ്ജലി കൂടി കഴിപ്പിച്ചുകൊള്ളുക. വിഷ്ണു സ്തോത്രം കൂടി ജപിക്കാമെങ്കിൽ തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ കാണുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലാൻഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൂചനകൾ വരും. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലോൺ ലഭിക്കാനുള്ള യോഗം, ചിട്ടിയൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള ഭാഗ്യം, പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പുതുക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ ബന്ധു സമാഗമത്തിനൊക്കെയുള്ള ഭാഗ്യം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. യാത്രകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. യാത്രകളിലൂടെ പുതിയ പരിചയങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യവും ആ പരിചയങ്ങൾ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് എന്നറിയാം. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ കാണുന്നു. പുതിയ വസ്ത്രലാഭം, ആഭരണലാഭം, വിദേശത്ത് നിന്ന് പണം വരിക അല്ലെങ്കിൽ സമ്മാനം വരിക, ഇതിനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദുർഗാക്ഷേത്ര ദർശനവും ഉത്തമമാണ്. ഈ രാശിക്കാർക്ക് ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണ്. അതിപ്പോഴും കുറഞ്ഞിട്ടില്ലാത്തവർ ചെയ്യേണ്ട കാര്യം ദുർഗാസ്തോത്രം 5 പ്രാവശ്യം രാവിലെ സൂര്യൻ ഉദിച്ച ശേഷം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ദേവി ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട സമയമാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരാളെ കോംപ്ലിമെൻ്റ് ചെയ്താൽ പോലും അത് തെറ്റിദ്ധരിക്കപ്പെടാം.
അത് ചിലപ്പോൾ കളിയാക്കിയാണെന്ന് തോന്നിയിട്ട് അവർക്ക് ചിലപ്പോൾ നമ്മളോടൊരു നീരസം ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം വരാം എന്നുള്ളതാണ്. കുടുംബത്തിനകത്ത് തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പാർട്ടിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുടെ സൂചനയും ഒക്കെ കാണുന്നുണ്ട്. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. അതായത് ആർക്കെങ്കിലും പണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് എഴുതുക, അതിനൊന്നും നല്ല സമയമല്ല. പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. വിലപിടിപ്പുള്ള വസ്തുക്കളും ശ്രദ്ധിച്ച് വെക്കണം എന്നുള്ളതാണ്. ഓഫീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫയൽസൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചോളൂ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സൂക്ഷിച്ച് വെക്കുക. ഏത് സമയവും അതിലൊക്കെ ചില പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. പവർ ആൻഡ് അതോറിറ്റി ഉള്ള പൊസിഷൻസിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ പിന്നീട് അത് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. കാരണം ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കേണ്ട ഒരു സമയമാണ്. പിന്നീട് അത് പ്രയാസങ്ങൾ നൽകാം. എന്നാൽ പണം വരാനുള്ള ഭാഗ്യമുണ്ട് ഈ രാശിക്കാർക്ക്. പക്ഷെ അത് പല വഴിക്ക് പോകുന്നേ ഉള്ളൂ. പഴയ ബാധ്യതയുള്ളവർക്ക് അത് തീർക്കാൻ തന്നെ അത് തികയുക എന്ന് പറയുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണം വരാനുള്ള ഭാഗ്യം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് 100 പാലും നൽകി ദിവസവും ജപിക്കേണ്ട ഒരു സ്തോത്രമുണ്ട്, ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിന് ചെറിയ പ്രയാസങ്ങൾ, വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങും റൈഡിങ്ങും ശ്രദ്ധിക്കണം. അതായത് വീഴ്ച, മുറിവ്, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ പ്രോൺനെസ് ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 4-ാം വ്യാഴവട്ടം കടന്നവർക്ക്, അതായത് 48 വയസ്സ് കഴിഞ്ഞവർക്ക്. അതുപോലെ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതിൽ താല്പര്യം കുറയും. കൂട്ടുകെട്ടിൽ താല്പര്യം കൂടും. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. ചില നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഔട്ടിങ് പോലും, പ്രത്യേകിച്ച് നൈറ്റ് ഔട്ടിങ് കുറയ്ക്കുക. പാർട്ടിയിങ്ങും ഒക്കെ കുറച്ചുള്ളൂ. അതിനുവേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. അതാണ് നല്ലത്. പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. അത് പ്രണയം വേണ്ട. അതുപോലെ ചില ഈ വസ്തു വാങ്ങുക, വിൽക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ പാടുള്ളൂ. എന്ത് കാര്യത്തിൽ നമ്മളിപ്പോൾ പണം വരുന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ അതിൽ അവിചാരിതമായിട്ട് തടസ്സങ്ങൾ വരാം. ഈ കോൺട്രാക്ടേഴ്സ്, ബിസിനസ് പീപ്പിളിനൊക്കെ ഒരു ബില്ല് മാറി കിട്ടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാരമാണ്. ഈ പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ഹനുമൽ പ്രീതി വരുത്തുക എന്നുള്ളതാണ്. ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ ഒരു വെറ്റിലമാല സമർപ്പിക്കാമെങ്കിൽ ഉത്തമം. ശ്രീ ആഞ്ജനേയ സ്തോത്രം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടാവും. ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. യാത്രകളുണ്ടാകാം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരാം എന്നുള്ളതാണ്. സിനിമ, TV പ്രോജക്ട്സ് ഒക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. പുതിയ അവസരങ്ങളും പണവും പ്രശസ്തിയും വരാം എന്നുള്ളതാണ്. കലാകാരന്മാർക്ക് ഡാൻസ് ഫീൽഡാകാം, മ്യൂസിക് ഫീൽഡാകാം. പൊതുവെ കൂടുതൽ എക്സ്പോഷർ വരുന്നൊരു സമയമാണ്. ശരീരമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രൂമിങ്, അത് പ്രത്യേകിച്ച് കലാരംഗത്തുള്ളവർ നന്നായിട്ട് ഗ്രൂം ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയമുണ്ടാകും. എന്നാൽ പ്രായമായവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇൻറ്റസ്റ്റൈനലായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കാണുന്നുണ്ട്. മൈഗ്രെയിൻ പോസിബിലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അനുകൂല ഭാവം കാണുമെങ്കിലും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമെങ്കിലും നമ്മളിങ്ങനെ ഒരു കുറച്ച് പണം വരും എന്നിങ്ങനെ പ്രതീക്ഷിക്കുന്ന അത് ചിലപ്പോൾ സമയത്ത് വന്ന് നമ്മുടെ കടമോ ലോണോ ഒക്കെ തീർക്കുവാൻ ചിലപ്പോൾ താമസം വരാം എന്നുള്ളതാണ്. അപ്പോൾ ആ താമസം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. ഈ പ്രയാസം പൂർണ്ണമായിട്ട് നീങ്ങും. മഹാലക്ഷ്മി പ്രീതികരമാണ് കനകധാരാ സ്തോത്രം എന്നുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായി ഈ ജപം കൊണ്ട് നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത സമയമാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. ജോലി തരപ്പെടുവാനുള്ള യോഗമുണ്ട് യങ്സ്റ്റേഴ്സിന് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട.
പൊതുവെ സാമ്പത്തികമായി ഒന്ന് മെച്ചമായി വരുന്ന ഒരു കാലമാണ്. ഈ വാരം ആദ്യം അധികം പണച്ചെലവ് വരുന്നത് കൊണ്ടൊരു ടെൻഷൻ വരാം എന്നുള്ളതാണ്. എന്തിനെങ്കിലും ആവശ്യത്തിന് മാറ്റിവെച്ചിരുന്ന പണം ചിലപ്പോൾ അവിചാരിതമായിട്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് കൊണ്ടൊരു ടെൻഷനൊക്കെ വരാം. ഈ മാസത്തെ ചിലവ് ഇപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നൊക്കെ ചിന്തിച്ച് അല്പം മനസ്സ് വിഷമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പണം വന്നോളും, വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർക്ക്, അതായത് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സമോ താല്പര്യക്കുറവോ, അതിപ്പോൾ കോളേജസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട്, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നേക്കാം എന്നുള്ളതാണ്. അതും കാണിക്കുന്നുണ്ട്. ഈ രാശിയിൽ ജനിച്ചവർക്ക്, വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. പ്രണയമുണ്ടെങ്കിൽ പോലും അത് വിവാഹ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ല. ഒരുപക്ഷെ ഇങ്ങോട്ട് വരുന്ന വിവാഹാലോചന പോലും പിന്നീട് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ വൈകാനോ മുടങ്ങാനോ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവസ്തോത്രം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക, കഴിയുമെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ഈ ശിവപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ കൊണ്ട് ജോലിയിലെ പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങും എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു കാലം മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വാദോഷം, രാഹുദോഷം ഒക്കെ ഉള്ളവർ ആ ദോഷങ്ങൾ ജാതകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചൊന്ന് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തൊരു ജ്യോതിഷിയെ കാണുക. വളരെ കാലത്തിന് ശേഷമാണ് ധനുരാശിക്കാർക്ക് വിവാഹത്തിന് തരക്കേടില്ലാത്ത ഒരു കാലം ആരംഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ട് പലരുടെയും വിവാഹ കാര്യങ്ങൾ ഇപ്പം നടക്കും എന്ന് വിചാരിച്ചിട്ട് അത് നടക്കാണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് പല യങ്സ്റ്റേഴ്സും വളരെ ടെൻഷൻ അനുഭവിച്ചിട്ടുമുണ്ടാകും. പക്ഷെ വിഷമിക്കാനൊന്നും തന്നെയില്ല. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമോ എന്തെങ്കിലും തരത്തിലൊരു വരുമാനം ലഭിക്കുവാനുള്ള യോഗമോ ഒക്കെ ഈ വാരം കാണുന്നു. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. കോസ്റ്റ്ലി പ്രസൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാം. അവരുമൊക്കെ ആയിട്ട് ഏതെങ്കിലും പിക്നിക്കിനോ ട്രിപ്പിനോ ഒക്കെ പോകാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പൊതുവെ അനുകൂല ഭാവം ഏറിയിരിക്കുന്നത് കൊണ്ട് തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രം അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ കഴിയുന്ന ദിവസവും ദർശനം നടത്തുക. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശ്രീ അന്നപൂർണേശ്വരി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ദേവി കുറച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹത്തിൽ മെയിൻ്റനൻസ്, റിപ്പയർ ഇതൊക്കെ വരാം. അതുകൊണ്ട് തന്നെ വീട് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷാക്കുവാനുള്ള താല്പര്യവും ഫ്രഷാകാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട്. പിക്നിക്കിനൊക്കെ പ്ലാൻ ചെയ്യും. ദൂരസ്ഥലത്ത് ഒരു ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു താല്പര്യം വരും. കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു ഒത്തുചേരലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഒരുപക്ഷെ പുതിയ പരിചയത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാം. അത് പിന്നീട് ബിസിനസ് ഫീൽഡിലുള്ളവർക്ക് ലാഭം ലഭിക്കുവാനുള്ള ഒരു യോഗവും വന്നു ചേരാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തരക്കേടില്ലാത്ത സമയമാണ്. അതിൽ വിജയിക്കുവാനും ഹയർ പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കേണ്ടത് അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിച്ചുള്ളൂ. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലിയും ശനി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി വാരം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എത്തിച്ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുറച്ച് കാലമായിട്ട് ശരീരത്തിന് ചില പ്രയാസങ്ങൾ, വീഴ്ച, മുറിവ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, ശയനസുഖക്കുറവെന്നാണ് പറയുക.
അപ്പോൾ രാത്രി ഇങ്ങനെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും യങ്സ്റ്റേഴ്സിന് പോലും ഉറക്കം ശരിയാകാത്തതുകൊണ്ട് പകൽ സമയത്ത് ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുക, ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള സമയമാണ്. ചെറിയ മുറിവോ അല്ലെങ്കിൽ ചെറിയ മൈനർ ഓപ്പറേഷൻസോ ഒക്കെ ചിലർക്ക് വരാൻ, പ്രത്യേകിച്ച് രാഹുകേതുക്കളുടെ അപഹാരമാണെങ്കിൽ വരുവാനുള്ള സാധ്യതയും ഈ വാരം ഏറെയാണ്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പ്രോണസ്, വൈദ്യസഹായം വേണ്ട സാഹചര്യം എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയും അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ് ഇവയ്ക്കുള്ള സാധ്യതയും കാണുന്നു. പ്രണയിക്കുവാനുള്ള താല്പര്യം ഏറി വരും, എന്നാൽ പ്രണയത്തിന് പറ്റിയ സമയമല്ല. പ്രണയിക്കുവാനുള്ള ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില വ്യക്തികൾ വരാം. അപ്പോൾ അങ്ങനെ പ്രണയം തോന്നാനും ചില പ്രയാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുവാനും യോഗമുള്ള സമയമായതുകൊണ്ട് പ്രണയം തൽക്കാലം വേണ്ട. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. പരീക്ഷകളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുവാൻ കഴിയണം എന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ നാഗരാജ ഗായത്രി കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും, അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, കാര്യതടസ്സം ഇവയൊക്കെ തന്നെ മനപ്രയാസം മാറുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിനൊരു സമാധാനവും സന്തോഷവും ജപം കൊണ്ട് ലഭിക്കും. ശ്രീ നാഗരാജ ഗായത്രി ജപിച്ചോളൂ. കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും വന്നു ചേരും, സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനം വാങ്ങുവാനുള്ള താല്പര്യം ഉണ്ടാകും. വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. പലരുടെയും ഓഫേഴ്സ് വരും. അതായത് വിവാഹത്തിനായാലും പണം ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്തു വരാം. അതിനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ്. വീടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അക്കാഡമിക്കായിട്ട് ബെറ്റർ പെർഫോമൻസിനുള്ള ഭാഗ്യമുണ്ട്. ചെറിയൊരു വരുമാന മാർഗമെങ്കിലും വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ജോലിയിൽ പ്രമോഷനോ എന്തെങ്കിലും അവിചാരിതമായിട്ട് അല്പം ശമ്പള കൂടുതലോ ഒക്കെ വരാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക, വസ്തു വാങ്ങുക, വീട് വാങ്ങുക, അത് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം മതി. കാരണം അധിക പണച്ചെലവ് കാണുന്നു. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുള്ള ഒരു സമയവുമാണ്. പ്രണയം പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചിന്തിക്കുക, തൽക്കാലം വേണ്ട എന്നുള്ളത് തന്നെയാണ് ജ്യോതിഷാഭിപ്രായം. ഈ പരിഹാരങ്ങൾക്കായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ഒരു നീരാജനം കഴിപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനി സ്തോത്രം കൂടി ജപിച്ചോളൂ. കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും, സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ആദ്യത്തെ മെയിൽ മിസ് വേദിക ഷാരൻ, ന്യൂ ജേഴ്സി, USA നിന്നാണ്. ധാരാളം വിദേശത്തു നിന്ന് കത്തുകൾ, മെയിൽ വരുന്നുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് കേരളയും ധാരാളം മെയിൽസ് വരുന്നുണ്ട്. അവിടെ നല്ല ജ്യോത്സ്യന്മാരെ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഒരു കത്ത് നമ്മൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിസ് വേദിക ഷാരൻ ചോദിക്കുകയാണ്, ഐ എം 35, ബാങ്കിങ് സർവീസ് ഇൻ US. നക്ഷത്രം ഈസ് പൂർവ ഫാൽഗുനി, ലിയോ ഓർ സിംഹരാശി. പൂർവ നക്ഷത്രമാണ്, ചിങ്ങം രാശി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് ലേൺഡ് വേദിക് അസ്ട്രോളജി. ഗുഡ്. ഐ ഹാവ് ലേൺ വേദിക് അസ്ട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ പാവൻ ഇൻ ദി 7th and 8th ഫ്രം ലഗ്ന. 1 year back I lost my husband. Why? Because there is no pavan in the 7th from Lagna, or even in the 8th there is no pavan ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഹസ്ബൻഡിനെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? മൈ ഫ്യൂച്ചർ, ഹൗ ഇസ് മൈ ഫ്യൂച്ചർ എന്നും ചോദിച്ചിട്ടുണ്ട്. I have taken your horoscope in detail. Purva Phalguni, that is Puram Nakshatram. Kandaka Shani is over, but still Ashtama Shani is there, so you are not running an excellent period, but Jupiter has come to a very good position, and so you can now think about marriage. You are likely to get married within the next 9 months. Then your question regarding astrology, why did I had such an experience of losing my husband? That is because there is Pavan in the 8th from the moon. There is Mars. Mild Chuva dosham is there, or you are a mild Mangalik, and that is the reason why, that might be the reason why you lost your husband, that is one of the reasons why you lost your husband. I think I made myself very clear on that point. So you'll have a very good marriage and happy marital life, no doubt about it. What you can do as pariharam is chant
Mahadeva Stotram every day. If it is Shiva Parvati Stotram, it is well and good, and if you can chant both, everything that is good will come unto you. Be happy and confident. Mrs. Padmavati Amma കുന്നുകര മകൻ പൂരൂരുട്ടാതി 30 വയസ്സ് എപ്പോഴും അസുഖമാണ് ഹാർബർ ജോബായിരുന്നു ജോലി നഷ്ടപ്പെട്ടു ഭാവി എങ്ങനെയാണ് പുരൂരുട്ടാതി നക്ഷത്രമാണ് പൊതുവെ പുരൂരുട്ടാതി നക്ഷത്രത്തിന് ഇപ്പോൾ ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഹെൽത്തി ആയിട്ടുള്ളവർക്ക് പോലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ വീഴ്ച മുറിവോ ഒക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ താൽക്കാലികമായിട്ട് സമയം അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക് ബിസിനസ് തൽക്കാലം ചേരില്ല പുരൂരുട്ടാതി നക്ഷത്രത്തിന് ബിസിനസ് തൽക്കാലം ചേരില്ല അപ്പോൾ അതുകൊണ്ട് സ്ഥിര ജോലിയാണ് നല്ലത് യു ക്യാൻ സെർച്ച് ഫോർ എ ജോബ് ആൻഡ് യു വിൽ ഗെറ്റ് വൺ വിതിൻ ദി നെക്സ്റ്റ് 9 months 9 മാസത്തിനകം തന്നെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം വളരെ വ്യക്തമാണ് ജാതകത്തിൽ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും ഇപ്പോഴുള്ള ഈ ടെൻഷൻസും ഉറക്കക്കുറവും ഒക്കെ പരിഹൃതമാകും എന്നുള്ളതിൽ സംശയം വേണ്ട സന്തോഷമായിരിക്കുക മിസ്റ്റർ മുത്തുനായകം വടശ്ശേരിയിൽ നിന്ന് മുത്തുനായകമാണ് ചിരഞ്ജീവി നക്ഷത്രം ചോതി ബിസിനസ് വലിയ നഷ്ടം കാറ് വിറ്റു വീട് പണയത്തിലാണ് എന്താ ചെയ്യുക 11 ലാഭാധിപന് ബലമില്ല എന്നുള്ളതാണ് ധനസ്ഥാനാധിപൻ 12 മറഞ്ഞു എന്നുള്ള ദോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു ജാതകത്തിൽ ബിസിനസ്സിൽ എത്ര പണം ഉണ്ടായാലും 500 crores സ്വന്തമായിട്ടുണ്ടായാലും അത് ഏത് സമയവും നഷ്ടപ്പെടാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ബിസിനസ് അനുയോജ്യമല്ല അതുകൊണ്ടാണ് പണം നഷ്ടപ്പെട്ടത് ഇനി ഒരു സ്ഥിര ജോലിക്കായി ശ്രമിക്കുക ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് വരുന്നു ഗവൺമെൻറ് സെക്ടർ ഇനിയും ശ്രമിക്കാൻ സമയമുണ്ടല്ലോ 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ശ്രമിക്കാം ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഒരു ജോലിയോ സ്വീകരിക്കുന്നതാണ് നല്ലത് ബിസിനസ് അനുയോജ്യമല്ല എത്ര പണം വന്നാലും അത് പോകുവാനുള്ള സാധ്യതയാണുള്ളത് തൽക്കാലം കാര്യം അറിഞ്ഞിരിക്കുക മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വന്നു ചേരും സന്തോഷമായിരിക്കും ശ്രീ വിശ്വംഭരൻ വർക്കല 62 വയസ്സ് ഹോട്ടൽ ബിസിനസ്സാണ് നഷ്ടം ഹോട്ടൽ ബിസിനസ് ക്ലോസ് ചെയ്തു ഭാവി എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീ വിശ്വംഭരൻ ഉത്രം നക്ഷത്രമാണ് കന്നിക്കൂറാണ് ഇപ്പോൾ അത്ര നല്ല സമയമല്ല ബിസിനസ്സിന് ഹോട്ടൽ ബിസിനസ് തന്നെയാണ് അനുയോജ്യം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൻ്റെ ബിസിനസ്സാണ് അനുയോജ്യം ഇപ്പോൾ പുതിയൊരു ഹോട്ടൽ ആരംഭിക്കാനൊന്നും ശ്രമിക്കേണ്ട ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി ബേക്കറിക്ക് സപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനത്തിന് സപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ബേക്കറിയോ അല്ലെങ്കിൽ ഇങ്ങനെ പല ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഓഫീസസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആഹാര വസ്തുക്കളുമായി ബന്ധപ്പെട്ട ബിസിനസ് തന്നെയാണ് നല്ലത് എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ് നല്ലതല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ് നല്ലതല്ല പണം വരും പിന്നീട് ചിലപ്പോൾ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിസിനസ് അത്ര അനുയോജ്യമല്ല സ്ഥിര ജോലിക്കായി പൊക്കോളൂ ദിവസവും മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിച്ചോളൂ എല്ലാ പ്രയാസങ്ങളും ദേവി മാറ്റി ഐശ്വര്യം നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട സന്തോഷമായിരിക്കും ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കുക മെയിൽ ID കൊടുത്തിട്ടുണ്ട് ജനിച്ച ഡേറ്റ് മാസം വർഷം സമയം സ്ഥലം അത്രയും കാര്യങ്ങൾ നക്ഷത്രം കൂടി ഉണ്ടായിരിക്കണം അതുപോലെ എന്താ അറിയേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം വെറുതെ ഇങ്ങനെ ഭാവി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല വിവാഹകാരിയാണ് എനിക്കറിയേണ്ടത് ജോലിക്കാരിയാണ് അറിയേണ്ടത് എന്നാണ് വീട് വയ്ക്കാൻ കഴിയുക അല്ലെങ്കിൽ ഏത് ഫീൽഡാണ് വിദ്യാഭ്യാസത്തിൽ എനിക്ക് നല്ലത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആകാം അത് വ്യക്തമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം